ഹായ് ഫ്രണ്ട്സ്. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് ഒരു വീഡിയോ ടോക്ക് ചെയ്യുന്നത്. ടു ക്ലിയർ മൈ ത്രോട്ട് ഈവൻ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം കുറേ നാളുകൾക്കായിട്ട് വളരെ ഫേസ്ബുക്കിലും മറ്റ് മീഡിയകളിലൊക്കെ വളരെ ആർഗ്യുമെന്റ് നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയം നിത്യകന്യക ആയിരുന്നു. അതുപോലെ തന്നെ മറിയയ്ക്ക് മറ്റു മക്കൾ ഉണ്ടായിരുന്നു. മറ്റു മക്കൾ ഉണ്ടെങ്കിൽ നിത്യകന്യയാകാൻ ഒക്കത്തില്ല. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചില ഡിനോമിനേഷനിലെ, ഞാൻ അങ്ങനെ പറയുന്നു, ചില ഡിനോമിനേഷനിലെ വക്താക്കൾ ചില കാര്യങ്ങൾ പറയുകയും അതിന്റെ താഴെ വളരെ അധികം മീഡിയയിലൊക്കെ വളരെ കമന്റ്, രണ്ട് സൈഡിൽ വളരെ മോശമായ കമന്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഫൻഡ് ചെയ്യുന്ന രീതിയിൽ എഴുതിയിരിക്കുന്ന ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എസ്പെഷ്യലി ഇങ്ങനെയുള്ള ആർഗ്യുമെന്റുകൾ നടക്കുന്നത് കത്തോലിക്കർ അവരുടെ വിശ്വാസം അനുസരിച്ച് മറിയ നിത്യകന്യകയായിരുന്നു, മറിയയ്ക്ക് യേശുക്രിസ്തുവിനെ കൂടാതെ വേറെ മക്കൾ ഇല്ലായിരുന്നു എന്നാണ്. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലുള്ള മറ്റു ചിലർ വിശ്വസിക്കുന്നത്, എല്ലാവരും അല്ല, അങ്ങനെ ചിന്തിക്കരുത്, എല്ലാവരും അല്ല, മറ്റു ചിലർ വിശ്വസിക്കുന്നത് മറിയ നിത്യകന്യക ആയിരുന്നില്ല, മറിയയ്ക്ക് യേശുക്രിസ്തു ഉണ്ടായ ശേഷം യേശുക്രിസ്തു ആദിജാതനായിരുന്നു, അതിനുശേഷം മറ്റ് മക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിന്റെ പേരിൽ വളരെയധികം ആർഗ്യുമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും വളരെയധികം അധിക്ഷേപങ്ങൾ നടക്കുകയും ചെയ്യാറുണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിൽ നോക്കിയാൽ പലരുടെയും കാണാൻ എന്നേക്കാൾ കഴിവുള്ളവരൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ അവരെ ഒന്നും ക്രിട്ടിസൈസ് ചെയ്യാനും പോകുന്നില്ല. എൻ്റെ ഇന്നത്തെ ഉദ്ദേശം ഈ കത്തോലിക്കരുടെ വിശ്വാസവും പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ചിലർ ഇത് വാക്താക്കളായിട്ട് സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്, അവരുടെ വ്യത്യാസവും മറ്റ് ചില പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിലുള്ള ആർഗ്യുമെന്റ് അവർ ചെയ്യുന്ന ഈ അഭിപ്രായങ്ങളെല്ലാം എടുത്ത് ഈ കത്തോലിക്കർക്കും മറ്റു വിഭാഗക്കാർക്കും, അത് ഇൻക്ലൂഡിങ് ബ്രദറൻസ്, പെന്തക്കോസ്റ്റൽസ്, അതർ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ്സ്, ഇവർക്കെല്ലാം അതിനകത്തൊരു വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ, ഒരു വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലാതെ ഒരു വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകാൻ ഒക്കുമോ എന്നുള്ളതാണ് ഞാൻ ഈ ടോക്കിലൂടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് വിഭാഗത്തിന്റെയും, അതായത് പ്രൊട്ടസ്റ്റന്റ് സൈഡിലുള്ള വിഭാഗങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് കാത്തലിക് സൈഡിലുള്ള വിഭാഗങ്ങളുടെയും ഈ വിശ്വാസങ്ങൾ എടുത്തിട്ട് അതിന്റെ ആധികാരികതയെക്കുറിച്ച്, അത് ബിബ്ലിക്കൽ രണ്ട് സൈഡിനും ആർഗ്യുമെന്റ്സ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആർഗ്യുമെന്റ് സാധാരണഗതിയിൽ വരത്തില്ല, ചില കാര്യങ്ങളൊക്കെ വരും. ഇപ്പം ബൈബിളിൽ ഈ പറയാത്ത കാര്യങ്ങളെ കുറിച്ച് ആഭരണം വിടാം, മീശ വെക്കാമെന്നുള്ളതൊക്കെ ആർഗ്യുമെന്റ് വരാറുണ്ട്. അപ്പൊ ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചും ആർഗ്യുമെന്റ് പറ്റും. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ബൈബിളിലുള്ള കാര്യങ്ങളുടെ ബേസിലാണ്, ട്രഡീഷനും ഉണ്ട്, ഈ ആർഗ്യുമെന്റ് ഉള്ളത്. അപ്പൊ ഞാൻ ഇന്ന് ആദ്യമായിട്ട് അത് ബിബ്ലിക്കലി, ഹിസ്റ്റോറിക്കലി, തിയോളജിക്കലി അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് ചിലപ്പോൾ ഇച്ചിരി ലോങ്ങർ വീഡിയോ ആയിരിക്കും, കാരണം അത് എല്ലാ ഏരിയയും കവർ ചെയ്യേണ്ടതുള്ള കാരണം. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മറിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറിയ ആരാണെന്നുള്ളത് നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റിൽ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം മറിയ എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പേരായിരുന്നു ന്യൂ ടെസ്റ്റ്മെന്റ് ടൈമിൽ, യേശുക്രിസ്തുവിന്റെ ടൈമിൽ. ഉദാഹരണമായിട്ട് നമ്മൾ വളരെ പോപ്പുലർ ആയിട്ടുള്ളത് തന്നെ 3 മറിയമാരെ കുറിച്ച് ന്യൂ ടെസ്റ്റ്മെന്റിൽ കാണുന്നുണ്ട്, വേറെയും കാണാം. ഓക്കെ, അപ്പോൾ ഒന്ന് നമ്മളത് വായിക്കുന്നത് മർക്കോസ് അതിന്റെ 15-ാം അധ്യായം 40-ാം വാക്യത്തിലാണ് നമ്മൾ ആദ്യം കാണുന്നത്. മർക്കോസ് 15:40. ഞാനത് വായിക്കാം. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറെ സ്ത്രീകളും നിന്നിരുന്നു. അപ്പൊ ദൂരെ കുറെ സ്ത്രീകൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അതിന്റെ കൂടെ മഗ്ദലന മറിയവും, അപ്പൊ ഒന്നാമത്തെ മറിയം നമ്മളവിടെ കാണുന്ന മേരി മഗ്ദലിന, അല്ലെങ്കിൽ മഗ്ദലന മറിയം എന്നാണ് പറയുന്നത്. പിന്നെ യോസയുടെ ചെറിയ യാക്കോബിന്റെയും അമ്മയായ മറിയയും. അപ്പം ചെറിയ യാക്കോബ് അല്ലെങ്കിൽ ഇവിടെ അത് ജെയിംസ് ദി യങ്ങർ, ഓക്കെ, ജെയിംസ് ദി യങ്ങർ, ചെറിയ യാക്കോബിന്റെയും അമ്മ മറിയവും. അപ്പൊ അങ്ങനെ രണ്ട് മറിയന്മാരെ അവിടെ കാണുന്നത്. അവിടെ യേശുക്രിസ്തുവിന്റെ അമ്മ മറിയില്ല. ഓക്കെ, ഓൾറെഡി അപ്പം ഈ ഡിസൈപ്പിൾ ഗ്രൂപ്പിൽ, യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പിൽ യേശുക്രിസ്തുവിന്റെ അമ്മ കൂടാതെ രണ്ട് മറിയം അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയം അവിടെ നിൽപ്പുണ്ട്. അപ്പം അവിടെ 3 മറിയന്മാര്. അപ്പൊ ആ ഒരു ജസ്റ്റ് 2 പാസിൽ നോക്കുമ്പോൾ തന്നെ 3 മറിയന്മാരെ കാണാം.
അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാർ എന്ന് പറയപ്പെടുന്നത് ബൈബിൾ ന്യൂ ടെസ്റ്റ്മെന്റിൽ നമ്മൾ പേര് എടുത്ത് പറഞ്ഞിരിക്കുന്ന ആളുകൾ, ഒന്ന് യൂദായും, രണ്ട് ജെയിംസ്. അത് ആക്ച്വലി ഒറിജിനൽ ലാംഗ്വേജ് യാക്കോബ് എന്നാണ്, ജേക്കബ് എന്നാണ് വരേണ്ടത്. അതിന് ഞാൻ മുന്നേ വേറൊരു സമയത്ത് അതിനെക്കുറിച്ച് പറയാം. കിങ് ജെയിംസ് ട്രാൻസ്ലേഷന്റെ ഫണ്ട് ചെയ്ത ആളുടെ പേരിടാൻ വേണ്ടിയാണ് അവിടെ ജെയിംസ് നാട് ചെയ്തത്. അത് ആക്ച്വലി യാക്കോബ് അല്ലെ ജേക്കബ് ആണ് അവിടെ. യാക്കോബ് എന്നാണ് ഗ്രീക്കില്, അപ്പൊ ജേക്കബ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് യൂത്തിലുണ്ട്. അപ്പൊ ഈ ജെയിംസ്, ഇംഗ്ലീഷ് ബൈബിൾ നോക്കും ജെയിംസ്, അല്ല നമ്മുടെ മലയാളം ബൈബിൾ യാക്കോബ്. ഈ യാക്കോബ് നമ്മൾ 3 കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അപ്പസ്തോല പ്രവൃത്തി 1:13. ഓക്കെ, ഒരു മിനിറ്റ്, സോറി. അപ്പോൾ അപ്പസ്തോല പ്രവൃത്തി അതിന്റെ 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞ ജെയിംസ് ദി സൺ ഓഫ് അൽഫയസ് ആൻഡ് സൈമൺ ദ സീലോഡ്. അപ്പം അൽഫയസ് എന്ന് പറയുന്ന ആളുടെ മോനായ ഒരു ജെയിംസിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. റൈറ്റ്, അതുകൂടാതെ അതിന്റെ കൂടെ നമ്മൾ വായിക്കുമ്പോൾ ആൻഡ് ജൂഡാസ് സൺ ഓഫ് ജെയിംസ്. അപ്പം വേറെ ജെയിംസിന്റെ ഒരു മകനെ കൂടെ അവിടെ കാണുന്നുണ്ട്. അപ്പം ജെയിംസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ അവിടെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പേരാണ്. അത് കഴിഞ്ഞ് നമ്മൾ മർക്കോസ്, അതിന്റെ മർക്കോസിന്റെ 6:3 നമ്മൾ വായിക്കുമ്പോൾ, മർക്കോസിന്റെ 6:3 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, isn't he the carpenter, isn't this the Mary's son and the brother of James? അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ ചോദിക്കുകയാണ്, ഇവൻ ഈ കാർപ്പന്ററിന്റെ മോനല്ലേ, ഇവൻ ആ ജെയിംസിന്റെ ബ്രദർ അല്ലേ, ജോസഫും ജൂഡാസും ഇവന്റെ സൈമണും ഇവന്റെ സഹോദരന്മാരല്ലേ. അപ്പൊ അവിടെ യേശുവിന്റെ സഹോദരനായ ഒരു ജെയിംസിനെ കുറിച്ച് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പം ഈ ജെയിംസിന്റെ സഹോദരൻ, ജെയിംസിന്റെ സഹോദരനായ യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ അപ്പം യേശുക്രിസ്തുവിന്റെ സഹോദരനായ ഒരു ജെയിംസ് അവിടെ ഉണ്ട്. അപ്പൊ ഈ സഹോദരൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ആർഗ്യുമെന്റ്. അപ്പൊ കാരണം ഈ സഹോദരൻ ജെയിംസ് യേശുവിന്റെ സഹോദരനാണ്, അതായത് മറിയയിൽ ഉണ്ടായ സഹോദരനാണെന്നുണ്ടെങ്കിൽ പിന്നെ മറിയ നിത്യകന്യ ആകാൻ ഒക്കത്തില്ല. അപ്പം മെയിൻലി ബേസിക്കലി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈ ജെയിംസ്, അതായത് ഈ മർക്കോസിന് ശേഷം 6-ാം അധ്യായം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുവിന്റെ സഹോദരനായ ജെയിംസ് ആരാണെന്നുള്ളതാണ്. അപ്പൊ ഈ ജെയിംസിനെ കുറിച്ച് നമ്മൾ പിന്നെയും കാണുന്നുണ്ട്. 1 കൊരിന്ത്യൻസ് അതിന്റെ 15:7 വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പസ്തോലന്മാർ എല്ലാവർക്കും പ്രത്യക്ഷനായി. അപ്പൊ ഇവിടെ ഒരു യാക്കോബ് പിന്നെ ഒരു പ്രത്യേക പ്രത്യക്ഷത വരുന്നുണ്ട്. അപ്പം ഹിസ്റ്ററി അനുസരിച്ച് അല്ലെ ട്രഡീഷൻ അനുസരിച്ച് വിശ്വസിക്കുന്നത് ഈ യാക്കോബ്, യേശുവിന്റെ സഹോദരനെ യാക്കോബ്, യേശു പേഴ്സണലി പ്രത്യക്ഷപ്പെട്ടു, അതിനുശേഷം അപ്പോസ്തലന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഗലേഷ്യൻസ് അതിന്റെ 1:19 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നു, എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറെ ആരെയും ഞാൻ കണ്ടില്ല. അപ്പൊ പൗലോസ് അവിടെ പറയാണ്, പൗലോസ് അവിടെ ജെറുസലേമിൽ ചെന്നപ്പോൾ ആരുടെയും പുറകെ നടന്നു, ഒരു അപ്രൂവലിന് വേണ്ടി നടന്നില്ലെന്ന് പറയുന്ന ഒരു പാസേജാണ്. അവിടെ പറയാണ്, ഞാൻ കർത്താവിന്റെ സഹോദരനായ യാക്കോബ്. അപ്പൊ അവിടെ അങ്ങനെ യാക്കോബിന്റെ അവിടെ ഒരു സ്പെഷ്യൽ പൊസിഷൻ ഉണ്ട്. ആ യാക്കോബിനെയും പിന്നെ വേറെ പറയുന്നുണ്ട് കേഫാസ്, അതായത് പത്രോസിനെയും അല്ലാതെ വേറെ ആരെയും കണ്ടില്ല എന്ന് പൗലോസ് അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1 കൊരിന്ത്യൻസ് അതിന്റെ അത് നമ്മൾ ഓൾറെഡി വായിച്ചു. അതുപോലെ തന്നെ 1 കൊരിന്ത്യൻ 9:15 നമ്മൾ വായിക്കുമ്പോൾ അവിടെയും പൗലോസ് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക എൻകൗണ്ടർ, അതായത് യാക്കോബിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ വാക്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്നുണ്ട് അവിടെ പല യാക്കോബാരുണ്ട്, എന്നാൽ ഒരു യാക്കോബിനെ അവിടെ യേശുവിന്റെ സഹോദരൻ എന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾ ഇതൊക്കെ കേട്ടോണ്ട് നമ്മൾ ഉടനെ എടുത്തു ചാടല്ലേ, കാരണം യാക്കോബിന്റെ അല്ലെ യേശുവിന്റെ സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കസിൻ സഹോദരനുമാകാം. അങ്ങനെയാണ് കാത്തലിക് ചർച്ചിന്റെ ആർഗ്യുമെന്റ്. അപ്പം കസിൻ സഹോദരൻ എന്ന് വിളിക്കാം. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ മുന്നോട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വലിയ രീതിയിലുള്ള തിയറീസ് ഒക്കെ വരുന്നത് റോമൻ കത്തോലിക്ക ചർച്ച് 4-ാം നൂറ്റാണ്ടിൽ ഫോം ചെയ്തതിന് ശേഷമാണ്. അതിനു മുമ്പ് ആളുകൾ എഴുതിയിരിക്കുന്നതിനകത്ത് ഇങ്ങനെ ഒരു കസിൻ സഹോദരൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. ഞാൻ ഉദാഹരണമായിട്ട് ഹിസ്റ്ററിന്ന് വായിക്കാൻ പോവാണ്, ചില കാര്യങ്ങൾ പറയാൻ പോവാണ്. ഒന്ന്,
ഒന്നാമത് എഴുതിയേക്കുന്ന AD, ഇത് ഏറ്റവും ആദ്യത്തേതല്ല, ഞാനത് ഓർഡറിലല്ല പറയുന്നത്. കാരണം അവരുടെ നെയിം, അവരുടെ ഫേമസ് ആളുകൾ എഴുതിയ ആയതുകൊണ്ടാണ്. യൂസെബിയസ് എന്ന് പറയുന്ന ചർച്ച് ഹിസ്റ്ററി എഴുതിയ ഒരു ഫേമസ് ബിഷപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ യൂസെബിയസ് പറയുന്ന അനുസരിച്ച് അതിന്റെ വർഷം എന്ന് പറയുന്നത് 260 തൊട്ട് 340 വരെ ആ സമയത്ത് ജീവിച്ച ആളാണ് യൂസേബിയസ്. അപ്പം യൂസേബിയസ് പറയുന്നത് ഈ ജെയിംസ് എന്ന് പറയുന്ന അപ്പോസ്റ്റലനായ ആള് അത് യേശുവിന്റെ സഹോദരനായിരുന്നു. ആൻഡ് ഹി വാസ് ദ ഫസ്റ്റ് ബിഷപ്പ് ഓഫ് ജെറുസലേം. ഓക്കെ, അപ്പം പത്രോസ് അല്ല അവിടെ ഫസ്റ്റ് ബിഷപ്പ്. ഓക്കെ, അപ്പൊ ജെറുസലേമിലെ ആദ്യത്തെ ബിഷപ്പ് ആയത് ഈ ജെയിംസ് ആയിരുന്നു. അത് യേശുവിന്റെ സഹോദരനാണെന്ന് പറയുന്നു. അപ്പൊ അവിടെ യൂസ് ചെയ്തേക്കുന്ന വാക്ക് ഗ്രീക്കിൽ അത് അഡൽഫോസ് എന്നാണ്. അഡൽഫോസ് എന്നുള്ള വാക്ക് സാധാരണ സ്വന്തം സഹോദരനാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. കസിൻസിന് വേണ്ടി ആക്ച്വലി വേറൊരു വാക്കുണ്ട്. അതിന്റെ ആ വാക്കിന്റെ പേര് അനപ്സിസ് എന്നാണ്. രണ്ടാമത് തെർത്തുല്യൻ ഇച്ചിരൂടെ ക്ലിയർ ആയിട്ടാണ്. അത് 160 തൊട്ട് 220 ആ കാലയളവിൽ ജീവിച്ച ആളാണ് തെർത്തുല്യൻ. തെർത്തുല്യൻ എന്ന ആ ഒരു ചർച്ച് ഫാദേഴ്സിലായിട്ട് അറിയപ്പെടുന്ന ഒരാള്. പുള്ളി എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: യാക്കോബ് എന്ന് പറയുന്നത് യേശുവിന്റെ യൂട്രൈൻ ബ്രദർ ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു യൂട്രസിൽ നിന്ന് വന്ന ആളുകളായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ ജോസിഫസ് എന്ന് പറയുന്ന യേശുവിന്റെ അതേ സമയത്ത് ജീവിച്ച ആളാണ്. യേശു ക്രിസ്തുവിന്റെ മരണം കഴിഞ്ഞും ജീവിച്ച ഒരു ഹിസ്റ്റോറിയൻ, ഒരു ഫേമസ് ഹിസ്റ്റോറിയൻ ആണ്. ക്രിസ്ത്യൻ അല്ല. ഓക്കെ, അപ്പം ആ ജോസിഫസ് എഴുതിയേക്കുന്ന, ജൂയിഷ് ബിലീവറായ ജോസിഫസ് എഴുതിയേക്കുന്നതാണ്. ജെയിംസ് എന്ന് പറയുന്നത് യേശുവിന്റെ ബ്രദർ ആയിരുന്നു. ആൻഡ് ഈ ബ്രദർ വാസ് കിൽഡ് ബൈ അനാനിയാസ്. അപ്പൊ ഈ അനാനിയാസ് അന്നത്തെ ഹൈപ്രീസ്റ്റ് ആയിരുന്നു. അനാനിയാസ് ആളുകളെ കൂട്ടി ഈ ജെയിംസിനെ കൊന്നു. അതിനെക്കുറിച്ച് നമ്മൾ ആക്ച്വലി അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ വായിക്കുന്നുണ്ട്. അപ്പൊ ജെയിംസ് എന്ന് പറയുന്നത് യേശുവിന്റെ ബ്രദറായ ജെയിംസ് ആണ് അവിടെ കൊല്ലപ്പെടുന്നത്, മറ്റ് നമ്മൾ വായിച്ച ജെയിംസ് അല്ല. അതുപോലെ തന്നെ ഹെജസിപ്പസ് എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം പറയുന്നത് ഈ ജെയിംസ് വാസ് ബോൺ ഫ്രം ദ സെയിം മദേഴ്സ് വൂം. അപ്പൊ ഒരേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന സഹോദരനായ ജെയിംസ് എന്നാണ് ഈ ഹെഗസിപ്പസ് എന്ന് പറയുന്ന അയാളുടെ സമയം 174നും 189 ഇടയ്ക്കാണ് അയാൾ ഇത് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ഒന്നാം നൂറ്റാണ്ട് കഴിഞ്ഞ് 2-ാം നൂറ്റാണ്ടിലെ കാര്യമാണ്. 2-ാം നൂറ്റാണ്ടിലെ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ് നമുക്കുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ 3rd സെഞ്ചുറി കഴിഞ്ഞ് 4th സെഞ്ചുറിയിലെ റോം കൺവേർട്ട് ആയി കഴിഞ്ഞാൽ റോമൻ കത്തോലിക്ക ചർച്ച് ഫോം ചെയ്യും. ആ റോമിലോട്ടുള്ള പവർ കോൺസെൻട്രേഷൻ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ മറ്റ് തിയറീസ് വരാനിടയായി. അതിനെക്കുറിച്ച് നമ്മൾ നോക്കാൻ പോകാം. ഞാൻ പറയുന്ന പക്ഷേ ഇതൊന്നും ശരിയാണെന്നൊന്നുമല്ല. ഞാൻ ഈ റൈറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ റിജക്ട് ചെയ്യാം, നിങ്ങൾ സ്വാതന്ത്ര്യം. അപ്പൊ ഞാൻ ഓൾറെഡി അതുകൊണ്ട് തന്നെ പറഞ്ഞു, 2 വാക്ക് നമ്മൾ ലാംഗ്വേജ് നോക്കുമ്പോൾ 2 വാക്കാണുള്ളത്. ഒന്ന് അഡൽഫോസ് എന്ന വാക്ക് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത് എപ്പോഴും സ്വന്തം സഹോദരന്മാർക്ക് വേണ്ടിയാണ്. കാരണം കസിൻ ബ്രദർ എന്നുള്ളതിന് വേറൊരു വാക്ക് ഗ്രീക്കിലുണ്ട്, അത് അനപ്സിസ് എന്നാണ്. അപ്പൊ ഈ ന്യൂ ടെസ്റ്റ്മെന്റിൽ യേശുവിന്റെ സഹോദരനായ യാക്കോബിന്റെ സഹോദരൻ യേശു എന്ന് പറയുമ്പോൾ അവിടെ യൂസ് ചെയ്തേക്കുന്ന വാക്ക് അഡൽഫോസ് എന്നാണ്. അപ്പൊ ലാംഗ്വേജ് അനുസരിച്ച് അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. ഇതൊന്നും ഫൈനൽ ആർഗ്യുമെന്റ്സ് അല്ല. ഓക്കെ, ഇതിനെല്ലാം എക്സെപ്ഷൻസ് കാണാം. കാരണം എല്ലാ നിയമത്തിനും എക്സെപ്ഷൻസ് കാണും. അപ്പം നമ്മൾ അതിന്റെ പേരിൽ മസിൽ പിടിക്കുകയോ കൺക്ലൂഡ് ചെയ്യുകയോ ചെയ്യരുത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് നോക്കാം. ഇനി നമ്മൾ ലൂക്കായുടെ 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, മറിയയ്ക്ക് യേശു തന്റെ ആദ്യജാതനായ പുത്രനായിട്ട് ജനിച്ചു എന്നാണ്. അപ്പൊ ഈ ആദ്യജാതൻ എന്നുള്ള വാക്ക് അവിടെ എഴുതിയേക്കുന്ന ഇംഗ്ലീഷിൽ പ്രോട്ടോടോക്കോസ് എന്നാണ്. പ്രോട്ടോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്. ഓക്കെ, ടോക്കിയ ചൈൽഡ്. അപ്പൊ പ്രോട്ടോടോക്കോസ്, അപ്പൊ ആദ്യജാതൻ, ആദ്യത്തെ കൊച്ചാണ്. അപ്പം ആദ്യത്തെ കൊച്ച് ഇപ്പം രണ്ടാമത്തെ കൊച്ചില്ലേലും ആദ്യത്തെ കൊച്ചല്ലേ. അപ്പൊ എനിക്ക് ഉദാഹരണമായിട്ട് എനിക്ക് എന്റെ മോൾ ആദ്യം ഉണ്ടായപ്പോൾ അതിന്റെ ആദ്യജാതയാ. അതിന്റെ അർത്ഥം എനിക്ക് വേറെ പിന്നെ കൊച്ചുണ്ടായില്ലെന്നല്ല. കാരണം എനിക്ക് പിന്നെ രണ്ടാമതൊരു കൊച്ചുണ്ട്. പക്ഷെ അതിനകത്ത് പ്രശ്നമുണ്ട്. ഇത് എഴുതിയേക്കുന്നത് ഈ യേശുക്രിസ്തു ജനിച്ച് മരിച്ചതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഇത് എഴുതിയത് ലൂക്ക എന്ന് പറയുന്നത് അന്നത്തെ ഒരു ഡോക്ടറാണ്. അപ്പൊ ഈ ഡോക്ടർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വളരെ ആക്യുറേറ്റ്. കാരണം ഒരു മെഡിക്കൽ ലാംഗ്വേജ്, നമ്മൾ പറയും മെഡിക്കൽ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ലാംഗ്വേജ് ഹാസ് ടു ബി വെരി പ്രിസൈസ്. നമ്മൾ വളരെ കൃത്യമായിട്ട് അത് എഴുതിയിരിക്കണം. അതുപോലെ തന്നെ ലൂക്ക എന്ന് പറയുന്നത് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അറിയാം, ലൂക്കയുടെ ഗ്രീക്ക് എന്ന് പറയുന്നത് ന്യൂ ടെസ്റ്റ്മെന്റിലെ നല്ല ഗ്രീക്ക് നോളജ് ഉള്ള ഒരാളാണ്, ഗ്രീക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളായിരുന്നു ലൂക്ക്. അപ്പം പുള്ളി ആ ഒരു വാക്യം പ്രോട്ടോടോക്കോസ് എന്ന് യൂസ് ചെയ്യുന്നു, അതായത് ആദ്യജാതൻ എന്ന് യൂസ് ചെയ്യുന്നു. മോണോജനസ്, അതായത് ഒരേ മകൻ
അതാണ് ഇംഗ്ലീഷ് ഗ്രീക്കിൽ അതിന്റെ മറ്റേ ഒരു അതായത് ഒരേ ഒരു മകനേ ഉള്ളൂ, അല്ലെ ഒറ്റ മനുഷ്യനാണ്, ഒറ്റ പുത്രനാണ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ മോണോജനസ് എന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഒരു പ്രൊട്ടസ്റ്റന്റുകാരുടെ ഒരു മെയിൻ ആർഗ്യുമെന്റ്. അതുപോലെ തന്നെ രണ്ടാമത്തെ അവരുടെ ഒരു മെയിൻ ആർഗ്യുമെന്റ് ആണ് മാത്യു 24 അതിന്റെ 25. അപ്പോൾ അതിങ്ങനെ വായിക്കുന്നു. അതിന്റെ 24 മുതൽ യോസഫ് ഒരു സ്വപ്നം കാണുകയാണ്, ദൈവം കൊടുത്ത ഒരു സ്വപ്നം. അപ്പൊ ആ സ്വപ്നം അനുസരിച്ച് യോസഫ് മറിയെ ഭാര്യയായി ചേർത്ത് വെച്ചു. അതിനുശേഷം 25 പറയുന്നു, മറിയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന പേർ വിളിച്ചു. അപ്പം മകനെ പ്രസവിക്കും വരെ മറിയെ പരിഗ്രഹിച്ചില്ല. മലയാളത്തിൽ അത് പരിഗ്രഹിച്ചില്ല എന്നാണ്. അത് ഇംഗ്ലീഷിൽ ബൈബിൾ നോക്കി കഴിഞ്ഞാൽ പല ബൈബിളിലും അത് എഴുതിയിരിക്കുന്നത് ഹി ഡിഡ് നോട്ട് നോ ഹെർ അണ്ടിൽ ഹി വാസ് ബോൺ. ഓക്കെ, അണ്ടിൽ ആഫ്റ്റർ ഹി വാസ് ബോൺ. അപ്പൊ ഈ നോളജ് എന്നുള്ള വാക്ക് നമ്മളത് ബൈബിളിൽ പലയിടത്തും കാണും. നമ്മൾ അത് ആദ്യം തൊട്ടേ ഒന്നാമത്തെ മനുഷ്യന്റെ കാര്യം തൊട്ട് ആദമിന്റെ, അവയുടെയും, അബ്രഹാമിന്റെയും, ഐസക്കിന്റെയും ഒക്കെ കാര്യം എടുക്കുമ്പോൾ എഴുതിയേക്കുന്ന ആൻഡ് ഹി ന്യൂ ഹെർ ആൻഡ് ദേ ഹാഡ് എ ചൈൽഡ്. അപ്പൊ ആ നോളജ് എന്നല്ല, ആ ന്യൂ നോളജ് അവിടെ എഴുതിയേക്കുന്നത് ആക്ച്വലി ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അപ്പം അതനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ, അതായത് ഇതൊരു ആർഗ്യുമെന്റ് ആണ്. അവനെ പരിഗ്രഹിക്കും വരെ മകനെ പ്രസവിക്കും വരെ അവൻ അവളെ അറിഞ്ഞില്ല, അല്ലെന്നുണ്ടെങ്കിൽ പരിഗ്രഹിച്ചില്ല. അപ്പോൾ അതിന്റെ അർത്ഥം അതിനുശേഷം പരിഗ്രഹിച്ചു എന്ന ഒരു അസംഷൻ ഉണ്ടാകാം അവിടെ. രണ്ട്, ഇനി ഇൻ കേസ് നമ്മളത് ആർഗ്യുമെന്റ് ലെറ്റ്സ് സേ ജോസഫ് മറിയുമായിട്ട് അങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അവർ കന്യയാകത്തില്ലെന്നുള്ളൂ. അതിന്റെ അർത്ഥവും അത് കഴിഞ്ഞ് പിള്ളേരുണ്ടായിരുന്നല്ല. ഓക്കെ, സോ അത് തമ്മിൽ നമ്മൾ കൺഫ്യൂസ് ചെയ്യല്ലേ. അവർ തമ്മിൽ ബന്ധമുണ്ടായി, അതിന്റെ അർത്ഥം അവര് അതിനുശേഷം കന്യയാകാൻ ഒക്കത്തില്ല, ശരിയാണെങ്കിൽ. ഓക്കെ, ഞാനത് ശരിയാണെന്നല്ല പറഞ്ഞത്, അത് നിങ്ങൾ വിശ്വസിച്ചോളൂ. ഓക്കെ, അപ്പോൾ അതിനുശേഷം അവർക്ക് പിള്ളേരുണ്ടായി എന്നതിന് അർത്ഥമില്ല. ഓക്കെ, അവർ നോ ചെയ്താൽ പിള്ളേരുണ്ടാകണമെന്ന് നിർബന്ധമില്ല. റൈറ്റ്. നമ്മൾ പിന്നെ മുന്നോട്ട് ചില കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഹിസ്റ്ററി നോക്കി 1-ാം സെഞ്ചുറിയിൽ നമ്മൾ ബൈബിൾ എഴുതി, അതായത് യേശുക്രിസ്തുവിന്റെ കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ, അപ്പസ്തോലന്മാരുടെ കാലത്ത് സംഭവിച്ച കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ ഒരു ടോക്ക്, ഒരു മറിയ കന്യകയാണെന്നോ മറിയ സ്വർഗത്തിലോട്ട് ഉടലോടെ എടുത്തുന്നോ അങ്ങനെയുള്ള വിശ്വാസമൊന്നും കാണുന്നില്ല. ഈ വിശ്വാസങ്ങൾ വരുന്നത് റോമൻ കത്തോലിക്ക സഭ, അതായത് ഒരു പാഗൻസ് എല്ലാം കൂടെ പെട്ടെന്ന് ഒരു കൺവെൻഷൻ നടന്ന് കോൺസ്റ്റന്റ് സമയത്ത് നടന്നു കഴിഞ്ഞപ്പോൾ, അങ്ങനെ ഒരു സഭ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ വിശ്വാസങ്ങളാണ് അതൊക്കെ. അപ്പം അതിന് ബിബ്ലിക്കൽ ബേസ്ഡ് ആണോ ട്രഡീഷണൽ ബേസ്ഡ് ആണോ അങ്ങനെയുള്ള കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ആ സമയം പറയും. ഓക്കെ, അപ്പൊ ഈ സമയത്ത് നടന്ന ചില തിയറീസ് കമ്മപ്പ് ചെയ്ത്, അതായത് റോമൻ കത്തോലിക്ക ചർച്ച് ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പും ആ സമയത്ത് കമ്മപ്പ് ചെയ്ത ചില തിയറീസിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അപ്പൊ നമ്മൾ 3 തിയറീസ് ഉണ്ട്. ഒന്ന്, ഇത് എപ്പിഫാനിയൻ തിയറി. ഓക്കെ, അപ്പൊ ഈ എപ്പിഫാനിയൻ തിയറി എന്ന് പറയുന്ന ആ തിയറിയുടെ കാരണം, എപ്പിഫാനിയസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഈ തിയറി കൊണ്ടുവന്നത്. ഇയാൾ ജീവിച്ചിരുന്നത് 315-നും 403-നും ഇടയ്ക്കുള്ള സമയത്താണ്. അപ്പൊ നമ്മൾ കാണാം, അത് ഏകദേശം ആ കോൺസ്റ്റന്റൈൻ കൺവേർഷനും റോമൻ കത്തോലിക്ക സഭ ഫോർമേഷനും ഒക്കെ നടക്കുന്ന ഏകദേശം സമയമാണ്. അപ്പോൾ ഈ എപ്പിഫാനിയസ് എന്ന് പറയുന്ന ആള് നിസ്സാരക്കാരനൊന്നുമല്ല. പുള്ളി സലേനിയസ് എന്ന് പറയുന്ന സ്ഥലത്തെ ചർച്ചിന്റെ ബിഷപ്പായിരുന്നു. ഓക്കെ, സലേനിസ് എന്ന. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അന്നത്തെ ചർച്ചുകൾ ഇൻഡിപെൻഡന്റ് ചർച്ചസ് ആണ്. കാരണം അന്ന് ഓർഗനൈസ്ഡ് ചർച്ചസ് ഇല്ല. ഉദാഹരണമായിട്ട് ആന്റിയോക്കിൽ നിന്ന് പൗലോസിനെ വിടുന്നു, ബർണബാസിനെ വിടുന്നു, അവർ പോയി ചർച്ചുകളൊക്കെ ഏഷ്യയിൽ അവിടെ ഇവിടെ എല്ലാം പ്ലാൻ ചെയ്യുന്നു. അതെല്ലാം ഒരു ചർച്ച് ഓഫ് എഫേസസ്, ചർച്ച് ഓഫ് ഫിലദൽഫിയ, ചർച്ച് ഓഫ് കൊളോഷി, ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ചർച്ചസ് ആണ്, അല്ലാതെ ആന്റിയോക്ക് ചർച്ചിന്റെ ബ്രാഞ്ചസ് അല്ല, ജെറുസലേം ചർച്ചിന്റെ ബ്രാഞ്ചസ് അല്ല. ഓക്കെ, ചർച്ച് എപ്പോഴും, ലോക്കൽ ചർച്ച് എപ്പോഴും ഇൻഡിപെൻഡന്റ് ചർച്ച് ആയിരുന്നു. അപ്പൊ ആ ചർച്ചുകൾക്ക് ബിഷപ്പ്, അവർ ആ ചർച്ചിന്റെ ഹെഡ് എന്ന് പറയുന്നത് ബിഷപ്പാണ്. അപ്പൊ ആ സിറ്റിയിലെ ചർച്ചിന്റെ ബിഷപ്പ്, സലേനിസ് എന്ന് പറയുന്ന ചർച്ചിലെ സിറ്റിയുടെ ബിഷപ്പായിരുന്ന എപ്പിഫാനിയസ് പറഞ്ഞ ഒരു തിയറിയാണിത്. ആ തിയറി അനുസരിച്ച് ഈ യേശുവിന്റെ സഹോദരന്മാരെന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആളുകൾ, അവർ യേശുവിന്റെ ബ്ലഡ് ബ്രദേഴ്സ് അല്ല, ഇൻ ദ സെൻസ് നോട്ട് ഫ്രം ദ സെയിം മദർ. അവര് ഹാഫ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് ജോസഫിന്റെ മക്കളാണ്. ഓക്കെ, അപ്പൊ സഹോദരന്മാരാണ്, സെയിം ഫാമിലിയാണ്, സഹോദരന്മാരാണ്, സെയിം കാർപ്പറ്റിന്റെ ചിൽഡ്രനാണ്, പക്ഷെ സെയിം അമ്മയുടെ മക്കൾ അല്ല. ഓക്കെ, സോ ദാറ്റ് മീൻസ് അതിന്റെ അർത്ഥം യോസഫിന് അതിനു മുമ്പ് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഭാര്യ മരിച്ച ശേഷമായിരിക്കാം മറിയെ കല്യാണം കഴിക്കുകയും യേശു ഉണ്ടായിരിക്കുകയും ചെയ്തത് എന്നാണ് ആ തിയറി. ഓക്കെ, അത് ഒന്നാമത്തെ തിയറി. അപ്പൊ എന്റെ സമയം നോക്കണം, 315 തൊട്ട് 403 വരെ.
അത് കഴിഞ്ഞപ്പം വേറൊരു തിയറി വന്നതാണ് ഹെൽവീഡിയൻ തിയറി. അപ്പം ഈ ഹെൽവീഡിയൻ തിയറി അനുസരിച്ച് ഇത് വന്നത് 4ാമത്തെ സെഞ്ചുറിയുടെ അവസാനത്തോളമാണ്. അതായത് ഏകദേശം 4th സെഞ്ചുറി എന്ന് പറയുമ്പോൾ 390s, ഓക്കെ, 380s ഓർ 390s. അപ്പം ലേറ്റ് 4th സെഞ്ചുറി എന്ന് പറയുന്നത്, ഓക്കെ, 390s, 390s, ഓക്കെ. അപ്പൊ ആ ഹെൽവീഡിയൻ തിയറി അനുസരിച്ച് ഇവര് ജോസഫിന്റെയും മേരിയുടെയും മക്കൾ തന്നെയാണ്. അതായത് യേശു ആദിജാതനായിരുന്നു. ആദിജാതന് ശേഷം പിന്നെ അപ്പൊ ആദിജാതനായതുകൊണ്ട് പിന്നെ മക്കളുണ്ടായിരിക്കാം. ജോസഫ് മറിയെ അറിഞ്ഞു, അപ്പോൾ മറ്റു മക്കൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ തന്നെ രണ്ടുപേരുടെ മക്കളാണെന്നുള്ള അങ്ങനെ ഒരു തിയറി. അതായത് എപ്പിഫാനിയൻ തിയറിയിൽ നിന്ന് ഡിഫർ ചെയ്യുന്ന ഒരു ഹെൽവീഡിയൻ തിയറി. ഇതിന്റെ രണ്ടിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് രണ്ടിനും എഗ്രി ചെയ്യാതെ 3ാമതൊരു തിയറി വന്നു. സോ ആ തിയറിയുടെ പേരാണ് ഹീറിനോമിയൻ തിയറി. അപ്പൊ ഈ തിയറി കൊണ്ടുവന്ന ജെറോമാണ്. ജെറോമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ജെറോം ഫേമസ് ആണ്, ഒത്തിരി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ജെറോം താൻ പറയുന്ന അനുസരിച്ച് ജേക്കബ്, അതായത് നമ്മൾ ബൈബിളിൽ ന്യൂ ടെസ്റ്റ്മെന്റിൽ ബ്രദർ എന്ന് വിളിച്ചിരിക്കുന്ന, യേശുവിന്റെ ബ്രദർ അല്ലെ കർത്താവിന്റെ ബ്രദർ എന്ന് വിളിച്ചിരിക്കുന്ന യാക്കോബ്, ആ യാക്കോബും മറ്റു സഹോദരന്മാരെ ജൂഡായും പോലുള്ള സഹോദരന്മാർ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ മേരിയുടെ മക്കളാണ്. പക്ഷെ ആ സെയിം മേരി അല്ല, വേറൊരു മേരിയ. ഓക്കെ, ആ മേരി ഈ യേശുവിന്റെ മദറായ മേരിയുടെ സിസ്റ്ററായ വേറൊരു മേരിയാണ്, അവരുടെ മക്കളാണ്. അപ്പം ആ മേരിയുടെ ഹസ്ബൻഡിന്റെ പേര് ക്ലോപ്പാസ് എന്നാണ്. അപ്പം അവര് കസിൻ ബ്രദേഴ്സ് ആണ്. അപ്പം അതിനെക്കുറിച്ച് അതിന് നമ്മൾ കാണുന്ന വാക്യം യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 19ാം അധ്യായം അതിന്റെ 25 മുതൽ ഉള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 19ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. പടയാളികൾ ഇപ്രകാരം ചെയ്തു: യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു. അപ്പം അവിടെ നമ്മൾ ആ 25ാം വാക്യത്തിൽ കാണുന്നത് യേശുവിന്റെ അമ്മ മറിയ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ആ അമ്മയുടെ, അതായത് യേശുവിന്റെ അമ്മയുടെ സഹോദരി ക്ലോപ്പാസിന്റെ ഭാര്യയായ മറിയവും. അപ്പൊ യേശുവിന്റെ അമ്മയുടെ മറിയയുടെ പേര് സെയിം അവിടെ. അപ്പൊ അതും ചിന്തിച്ചോണം, ചിലപ്പോൾ ഒരു കസിൻ സിസ്റ്റർ ആയിരിക്കാം. അപ്പം അദ്ദേഹത്തിന്റെ ഏതായാലും അത് ആ മറിയയുടെ ഹസ്ബൻഡിന്റെ പേര് ക്ലോപ്പാസ് എന്നാണ്. ആ ക്ലോപ്പാസിന്റെ ഭാര്യയായ മറിയവും അവിടെ ഉണ്ട്. അപ്പം ഈ മറ്റ് സഹോദരങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഈ മറിയത്തിലുണ്ടായ ക്ലോപ്പാസിന്റെ പിള്ളേരാണെന്നാണ് വേറെ ആർഗ്യുമെന്റ്. അപ്പൊ അതനുസരിച്ച് യാക്കോയും യൂദായും ഒക്കെ ഈ ക്ലോപ്പാസിന്റെ മക്കളാണ്, യേശുവിന്റെ കസിൻസ് ആണ്. നിങ്ങൾക്കൊക്കെ പലർക്കും അറിയാം, കാപ്പിപ്പൊടി അച്ഛൻ എന്ന് പറയുന്ന നല്ല രസികമായ രീതിയിൽ പല കാര്യങ്ങളും, എസ്പെഷ്യലി ഫാമിലി ലൈഫിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്ന അച്ഛൻ ഈ ആർഗ്യുമെന്റ്, ആക്ച്വലി അത് ഈ ജെറോമിന്റെ ആർഗ്യുമെന്റ്, ഓക്കെ, അത്രയും നാളെ പഴയ ആർഗ്യുമെന്റ്, ആ ആർഗ്യുമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് കത്തോലിക് ചർച്ചിന്റെ ആർഗ്യുമെന്റ്. അപ്പോൾ ഞാൻ ഇതിന്റെ ഏതാ ശരി എന്നൊക്കെ ഇപ്പൊ ഒന്നും പറയുന്നില്ല. ഞാൻ ജസ്റ്റ് രണ്ട് സൈഡിൽ നിന്ന് ആർഗ്യുമെന്റ്, ഈ തിയറീസ് പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ മുന്നോട്ട് പിന്നെ പോവുകയാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കത്തോലിക്ക ചർച്ചിന് അവിടെ ആർഗ്യുമെന്റ് അവരുടെ തീരുന്നില്ല. അവരുടെ വേറൊരു പവർഫുൾ ആർഗ്യുമെന്റ്, അതായത് ഈ ക്ലോപ്പാസിന്റെ മക്കളാണ് യാക്കോബും യൂദായും എന്നുള്ളതിനേക്കാൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്, ഐ തിങ്ക് ദ സ്ട്രോങ്സ്റ്റ് ആർഗ്യുമെന്റ്. അവർക്ക് ഇച്ചിലൂടെ ശരിക്കും ആക്ച്വലി ആർഗ്യൂ ചെയ്യാൻ പറ്റുന്ന ആർഗ്യുമെന്റ് ആക്ച്വലി യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 19ന്റെ നമ്മളിപ്പോൾ വായിച്ചതിന്റെ അടുത്ത 2 വാക്യങ്ങളാണ്, 26ഉം 27ഉം. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. 26ാമത്തെ വാക്യം, ഹോൾ പാസേജ് നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നടക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ അമ്മ അവിടെ ഉണ്ട്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുണ്ട്, കസിൻ സിസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ സിസ്റ്റർ ഉണ്ട്. അപ്പം അവിടെ കസിൻ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടില്ല, അപ്പൊ സിസ്റ്റർ ഉണ്ട്, പക്ഷെ സിസ്റ്ററിന്റെ പേര് സെയിം ആണ്. ഓക്കെ, അതും ചിലപ്പോൾ പോസിബിൾ ആണ്. കാരണം ചിലപ്പം നമ്മൾ ചെറിയ ബേബി, കൊച്ചു ബേബി, വലിയ ബേബി എന്നൊക്കെ ഇരുന്ന പോലെ എന്റെ ഫാമിലിയിൽ അങ്ങനെ ഉള്ളതുണ്ട്. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, കൊച്ചു ദേശ വലിയ ദേശ എന്നൊക്കെ സെയിം ഫാമിലി ഇടും എന്ന് പറഞ്ഞ പോലെ ചിലപ്പം കൊച്ചു മേരി വലിയ മേരി നോക്കിയിട്ടെന്നിരിക്കും. അപ്പൊ ഇത് സ്വന്തം സിസ്റ്റർ ആകാം, കസിൻ സിസ്റ്റർ ആകാം. എനി കേസ് അവരുടെ മക്കളാണെന്നുണ്ടെങ്കിൽ അത് കസിൻ സിസ്റ്റർ. അപ്പൊ ഇൻ കേസ് മേരിക്ക് വേറെ മക്കൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ടുള്ള ഭാഷ. അതായത് കത്തോലിക്കർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആർഗ്യുമെന്റ് ഇതാണ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരു സൈഡ് മാത്രം എടുത്ത് പറയും, മറ്റുള്ള സൈഡിലൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഞാൻ അതുകൊണ്ട് അവരുടെ സ്ട്രോങ്സ്റ്റ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളപ്പോൾ അത് വായിക്കാൻ പോകണം. അപ്പൊ 26ാം വാക്യത്തിൽ
യേശു ക്രൂശിൽ കിടക്കുകയാണ്. കുരിശിൽ കിടക്കുന്ന യേശു പറയുന്ന വാക്കാണ്, യേശുവിന്റെ അവസാനത്തെ വാക്കുകളിലൊന്നാണ്. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും, ഈ താൻ സ്നേഹിച്ച ശിഷ്യനാണെന്നുള്ളത് നമുക്ക് കോമൺ സെൻസ് ആണ്. അത് ഇത് എഴുതിയിരിക്കുന്ന യോഹന്നാൻ, അതുകൊണ്ടാണ് പേരെഴുതാത്തത്. ഒക്കെ അന്നത്തെ ഒരു സ്റ്റൈലാണ്. അവര് തേർഡ് പേഴ്സണിലെ അവരെ കുറിച്ച് എഴുതുന്നവർ. അപ്പം താൻ സ്നേഹിച്ച ശിഷ്യനും, അപ്പൊ യോഹന്നാൻ, അത് യോഹന്നാനോട് പറയാണ്, ജോൺ ദി അപ്പോസ്റ്റലിനോട് പറയാണ്. അപ്പം അമ്മ നിൽക്കുന്നു, ജോൺ ദി അപ്പോസ്റ്റൽ അവിടെ നിൽക്കുന്നു, മറ്റുള്ളവരും ഉണ്ട്. കസിൻ സിസ്റ്ററോ, അല്ല മേരിയുടെ കസിൻ സിസ്റ്ററോ അല്ലെ സിസ്റ്ററോ ആരെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തോ ആണേലും അവിടെ ശിഷ്യന്മാരുണ്ട്. ഈ ശിഷ്യന്മാരോട് അപ്പൊ യാക്കോബ് ഈ കൂട്ടത്തിലുള്ള ഒരു ശിഷ്യൻ തന്നെയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ മറിയയ്ക്ക് മറ്റു മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും പ്രോബ്ലം ഇവിടെയാണ്. യേശു യോഹന്നാനോട് പറയുകയാണ്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. യോഹന്നാനെ കുറിച്ചാണ് പറയുന്നത്. മേരിയുടെ, അതായത് മറിയത്തിന്റെ മറ്റു മക്കളെ കുറിച്ചൊന്നും അല്ല. മറ്റു മക്കൾ ആരും അവിടെ ഉള്ളതായിട്ട് പറയുന്നില്ല. അവിടെ മറ്റു മക്കൾ ഇല്ലാത്ത പോലെ, അതായത് വേറെ ആരും ഇല്ലാത്ത ഒരു സ്ത്രീയായിട്ട്. യോസഫ് ഓൾറെഡി മരിച്ചുപോയി. അപ്പോൾ യേശു ക്രിസ്തു ഇവിടെ മരിക്കുകയാണ്. ഹ്യൂമൻലി സ്പീക്കിംഗ് ഹീസ് നോ മോർ. ഓക്കെ, റിസറക്ഷൻ ഹോപ്പും ഒക്കെ ദർ വാസ് ഹാർഡ്ലി എനി ഹോപ്പ്. നമ്മൾ അവിടെ അങ്ങനെ ഒരു ഹോപ്പ് ഒന്നും കാണുന്നില്ല. അത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ സർപ്രൈസ് ആകുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന് ഹോപ്പ് ഉണ്ട്, ഇതൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആർക്കും അത് പിടിയിട്ടിട്ടില്ല. അപ്പോൾ ഒരു വെരി ഡിസപ്പോയിന്റിങ് മോമെന്റ്, ഹ്യൂമൻലി സ്പീക്കിംഗ്. അങ്ങനെ ഒരു മോമെന്റിൽ യേശുക്രിസ്തു തൻ്റെ അമ്മയെ കരുതി. നമുക്കൊണ്ട് വളരെ മനസ്സിലാക്കാനുള്ള, പെന്തക്കോസ്തുകാർക്കും അല്ലാത്തവർക്കും, പ്രൊട്ടസ്റ്റന്റുകാർക്കും കാത്തലിക്സും എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണത്. നമ്മുടെ പേരൻസിനെ എങ്ങനെ കരുതണം എന്നുള്ളത്. അപ്പോൾ ആ യോഹന്നാൻ തൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഡിസൈപ്പിളായ, സ്നേഹിതനായ യോഹന്നാന് ഈ മറിയ തൻ്റെ അമ്മയെ ഏൽപ്പിക്കുകയാണ്. ഈ സ്ത്രീയെ ഇതാ നിന്റെ മകൻ. അതിനുശേഷം ഈ യോഹന്നാനോട് 27-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറയാണ്, അനന്തരം അവൻ ശിഷ്യനോട് പറഞ്ഞു, അതായത് യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അതിന്റെ അടുത്ത വാക്യം സൂക്ഷിക്കണം. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഈ മറിയയ്ക്ക് മറ്റു മക്കൾ, അതായത് സ്വന്തം ഉദരത്തിൽ ഉണ്ടായ മറ്റു മക്കൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് അന്നത്തെ കാലം, നമ്മൾ 2000 വർഷം മുമ്പിലത്തെ കാര്യമാണ് പറയുന്നത്. അതായത് സ്വന്തം മക്കളൊന്നും ഇന്നത്തെ പോലെ ന്യൂക്ലിയർ ഫാമിലീസും പേരൻസിനെ അങ്ങോട്ടൊക്കെ വിടുന്ന ഒരു സിസ്റ്റം അല്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ സംഭവിക്കും. അതുപോലെ തന്നെ പിന്നെ സംഭവിച്ചാൽ, പിന്നെ യേശുക്രിസ്തു, അതായത് മറ്റ് സൈഡിലെ ആർഗ്യുമെന്റ് അനുസരിച്ച് യേശുക്രിസ്തു മരിക്കുന്നു, പുനരുദ്ധരിക്കുന്നു, റിസറക്ഷൻ കഴിഞ്ഞിട്ട് യാക്കോബ്, തന്റെ സഹോദരനായ യാക്കോബിന് പ്രത്യക്ഷപ്പെടുന്നു. യാക്കോബ് കൺവേർട്ട് ചെയ്യുന്നു, അവിടുത്തെ ബിഷപ്പായി മാറുന്നു. അപ്പോൾ അങ്ങനെ സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഈ മറിയെ പിന്നെയും യോഹന്നാന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പൊ ഈ യോഹന്നാൻ എഴുതുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം ചിന്തിച്ചോണം, ഏറ്റവും അവസാനം എഴുതിയ സുവിശേഷമായിട്ടാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഏറ്റവും അവസാനം എഴുതുമ്പോൾ, ആ എഴുതുന്ന സമയത്ത് അതുപോലെ സുവിശേഷത്തിന്റെ അവസാനമായി. ഓക്കെ, അവിടെ യോഹന്നാൻ എഴുതിയേക്കുക. അതിനുശേഷം ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പിന്നെ അവിടെ പോയതായിട്ട് പറയുന്നില്ല. അപ്പോൾ മറ്റു മക്കൾ, സ്വന്തം ഉദരത്തിൽ പറഞ്ഞ മറ്റു മക്കൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അപ്പോൾ സ്വന്തം ഉദരത്തിൽ പറയാത്ത മറ്റു ചില കസിൻ ബ്രദേഴ്സോ അല്ലെങ്കിൽ യോസഫിന് ആദ്യം ഉണ്ടായ മക്കളുണ്ടായിരുന്ന അവര്, നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ അമ്മയും ആ സഹോദരങ്ങളും ഒരിക്കലും ഒരുമിച്ച് വന്നിട്ട് യേശുക്രിസ്തുവിനെ തന്റെ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ അത് വേറെ ആർഗ്യുമെന്റ്. അപ്പൊ ആ ആർഗ്യുമെന്റ് അനുസരിച്ച് യേശുക്രിസ്തുവിന്റെ യങ്ങർ ബ്രദേഴ്സ് വന്ന് തന്റെ മൂത്ത ഒരു ജ്യേഷ്ഠനോട് അങ്ങനെ പറയുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു കൾച്ചറും യൂതന്മാരുടെ കൾച്ചറും കുറവാണ്. അപ്പം അവിടെ കാണും നമ്മൾ യേശുവിനേക്കാൾ മൂത്ത ചിലർ വന്നിട്ട് തന്നെ പിന്തിരിപ്പിക്കാൻ നോക്കുന്ന ഒരു അങ്ങനെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. നോട്ട് നെസസറിലി 100% നമ്മൾ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്തുവാണേലും അവിടെ നമ്മൾ കാണുന്ന ആ സഹോദരൻ, അത് യോസഫിന്റെ ആദ്യത്തെ മാര്യേജിലെ ആകാം, കസിൻ ആകാം. പക്ഷെങ്കിൽ സ്വന്തം ഉദരത്തിൽ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ അവർ ഈ അമ്മയെ മറ്റൊരാളുടെ അടുത്ത്, യോഹന്നാന്റെ അടുത്ത്, അവരുടെ വീട്ടിൽ പോയി താമസിക്കാൻ വേണ്ടി ഒരു അനാഥയെ പോലെ വിടുവാൻ ഒരു സാധ്യതയില്ല. അപ്പൊ ഈ റോമൻ കാത്തലിക് സഭയുടെക്കുള്ള, അതായത് മറിയയ്ക്ക് വേറെ പിള്ളേരുണ്ടായിട്ടുള്ളത്, കന്യകാരിൽ എന്നുള്ള കുറിച്ചല്ല, അത് വേറെ ടോപ്പിക്കാണ്, റൈറ്റ്. വേറെ പിള്ളേരുണ്ടായിരുന്നതിനെ കുറിച്ചുള്ള ഒരു സ്ട്രോങ്ങസ്റ്റ് ആർഗ്യുമെന്റ് ആണ്. ഓക്കെ, അത് നമ്മൾ അത് ആ മറ്റുള്ള ആർഗ്യുമെന്റ് നമ്മൾ വില കൊടുക്കുന്ന പോലെ ഈ ആർഗ്യുമെന്റിനും നമ്മൾ വില കൊടുക്കേണ്ടത്. നമ്മൾ രണ്ട് സൈഡിലും വില കൊടുക്കണം. ഞാനിത് പറയുന്നതിന്റെ കാര്യം, ഞാനൊരു കത്തോലിക്കനല്ല, ഞാനൊരു പെന്തക്കോസ്തുകാരനല്ല, ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഈ രണ്ട് ഗ്രൂപ്പിന്റെ ഇടയ്ക്ക് നിന്ന്
ബൈബിളും ഹിസ്റ്ററിയും തിയോളജിയും ലാംഗ്വേജും ഒക്കെ എന്താണെന്ന് പറയുന്നത് ന്യൂട്രൽ ആയിട്ട് നിന്ന് രണ്ട് ഗ്രൂപ്പിനെയും ബഹുമാനിച്ച് രണ്ട് ഗ്രൂപ്പിന്റെയും ആർഗ്യുമെന്റ്സ് അക്സെപ്റ്റ് ചെയ്തും അതിന് വേണ്ട വാല്യൂ കൊടുത്തും എനിക്ക് ഒരു ന്യൂട്രലായിട്ട് പറയാൻ കൊടുക്കുക അതുകൊണ്ടാണ്. കാരണം ഞാൻ എൻ്റെ ഐഡന്റിറ്റി പെന്തക്കോസ്തുകാരനായിട്ടും കാണുന്നില്ല, കത്തോലിക്കനായിട്ടും കാണുന്നില്ല, വേറെ ഏതെങ്കിലും ലൂതറൻ ഗ്രൂപ്പായിട്ടും കാണുന്നില്ല. ഞാൻ എൻ്റെ ഐഡന്റിറ്റി ക്രിസ്തുവിനോട് മാത്രമേ കാണുള്ളൂ. ഒരു ക്രിസ്ത്യൻ ബൈബിൾ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യനായിട്ട് കാണുള്ളൂ. അപ്പൊ എനിക്കത് ന്യൂട്രലായിട്ട് അതിനെ ഫേസ് ചെയ്യാൻ പറ്റും. നിങ്ങളും ഇതിന്റെ താഴെ കമന്റ് വൃത്തിയോടൊന്നും എഴുതില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പരസ്പരം ബഹുമാനത്തോടെയും പരസ്പരം അപ്രീഷിയേഷനോടെ പറ്റുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയും വേണ്ടാത്ത കാര്യത്തിൽ ആർഗ്യൂ ചെയ്യാതെയൊക്കെ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. നമ്മൾ എഗ്രി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എഗ്രി ചെയ്യുക. അപ്പം തീർന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ അത് കണ്ട ശേഷം നമ്മൾക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ രണ്ട് സൈഡിലും ആർഗ്യുമെന്റ് കാണും. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, യേശുക്രിസ്തു കന്യകയായിരുന്നു, യേശുക്രിസ്തുവിന് പിന്നെ മക്കളുണ്ടായോ? ഇതിനെക്കുറിച്ച് ആർഗ്യൂ ചെയ്ത് പ്രൂവ് ചെയ്തുകൊണ്ട് എന്താണ് നമ്മുടെ വിശ്വാസത്തിനോ തിയോളജിക്കൽ ഇൻഫർമേഷനോ ഉള്ള ഗുണം? ഓക്കെ, അത് നിങ്ങളൊരു കത്തോലിക്കനായാലും നിങ്ങളൊരു ബ്രദറൻകാരനായാലും ഒരു പെന്തക്കോസ്തുകാരനായാലും അതല്ലെങ്കിൽ വേറെ ഏതൊരു പ്രൊട്ടസ്റ്റന്റ് ഏത് ഗ്രൂപ്പായാലും ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു ആർഗ്യുമെന്റ് എങ്ങനെയാണ് നിങ്ങളുടെ തിയോളജി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നിങ്ങളുടെ തിയോളജിക്ക് അതുകൊണ്ട്, അതായത് നിങ്ങളുടെ ദൈവവിശ്വാസത്തിന് അതിനെക്കുറിച്ച് എന്താണ് ഒരു വ്യത്യാസം വരുന്നത്? കന്യകത്വം എന്ന് പറയുന്നത് നമ്മളെല്ലാം വാല്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ് അണ്ടിൽ മാരേജ്, റൈറ്റ്? പക്ഷെ എന്നുണ്ടെങ്കിൽ മാരേജ് കഴിഞ്ഞ് അതിനെന്താണ് ഒരു സ്പെഷ്യൽ വാല്യൂ ഉള്ളത്? അങ്ങനെ എവിടെയെങ്കിലും ബൈബിളിലോ ഏതെങ്കിലും ഒരു കൾച്ചറിലോ ഉണ്ടോ? രണ്ട്, ദൈവത്തിന് ഈ കന്യാകത്വത്തിനെ കുറിച്ച് എന്തെങ്കിലും സാധിക്കാനുണ്ടോ? ദൈവം ഒന്നാം ക്ലിയർ ആയിട്ട് ചെയ്യുന്നത് ദൈവം സ്പിരിറ്റ് ആണ്, ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തിന് കന്യകമാരെ കുറിച്ച് പ്രത്യേകം സാധിക്കാനില്ല. കന്യക എന്ന് പറയുന്നത് ദൈവത്തിന് കന്യകമാരും കന്യകമാരില്ലാത്തവരും എല്ലാം ഒരുപോലെയാണ്. അതാണ് യേശുക്രിസ്തു പറയുന്നത്, എൻ്റെ അമ്മയും ശിഷ്യന്മാരുമാർ എൻ്റെ കൽപ്പന അനുസരിക്കുന്നവർ. അപ്പം അത് കന്യക ആയാലും കന്യക അല്ലെങ്കിലും യേശുവിനും ദൈവത്തിനും ഒരുപോലെയാണ്. തന്റെ കൽപ്പന അനുഭവിക്കുന്നവർ. അപ്പൊ ഒരു കന്യക ആയതുകൊണ്ട് ദൈവത്തിന് എന്താ പ്രത്യേകിച്ച് സന്തോഷിക്കാനുള്ളത്? ദൈവാത്മാവ, റൈറ്റ്? അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ കത്തോലിക്കനായാലും വേറെ ഏത് പെന്തക്കോസ്തുകാരനായാലും ബറൻകായാലും ഇത് കന്യക ആണേലും കന്യക അല്ലേലും ഇറ്റ് ഡസന്റ് മാറ്റർ ടു അവർ തിയോളജി. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ദൈവത്തിനൊന്നും വ്യത്യാസം വരുന്നില്ല. അപ്പൊ നമ്മുടെ വിശ്വാസം അതിന്റെ ആധാരത്തിൽ ആകേണ്ട കാര്യമില്ല. ഓക്കെ. രണ്ട്, മറിയയ്ക്ക് മറ്റു മക്കൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള പോയിന്റ്. മക്കൾ ഉണ്ടായിരുന്നെങ്കിലും മക്കളില്ലായിരുന്നെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓഫ് കോഴ്സ് ഈ കന്യാകത്വം അത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓൺ ദി അതർ, നമ്മൾ ഹ്യൂമൻലി സ്പീക്കിംഗ് മക്കൾ എന്ന് പറയുന്നത് ബൈബിളിൽ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. ഓഫ് കോഴ്സ് ജീസസ് ഈസ് എ സൺ, അത് ഒരു ബ്ലെസ്സിങ് ആണ്. കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ബ്ലെസ്സിങ് ആയിട്ടാണ് നമ്മൾ ബിബ്ലിക്കൽ കോൺസെപ്റ്റിൽ കാണുന്നത്. ഇനി മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ തിയോളജിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വേറെ മക്കളില്ലായിരുന്നെങ്കിൽ നമ്മുടെ തിയോളജിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എനിക്കറിയാം, അത് മേരിയോളജിയിലോട്ട് വന്നു കഴിയുമ്പോൾ, അതായത് മറിയത്തിനോട് പ്രാർത്ഥിക്കും, ആരാധനിക്കും, ദാറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് തിങ്. ഓക്കെ, അത് വന്നു കഴിയുമ്പോൾ അത് വേറെ ടോപ്പിക്കാണ്. ഇതിന്റെ ഫൗണ്ടേഷൻ ആകാം. പക്ഷെ ഞാൻ പറയുന്നത്, ഈ ബേസിക്കലി നമ്മൾ ഇത് എടുത്തു കഴിയുമ്പോൾ മറിയ നിത്യകന്യയായിരുന്നോ, അല്ലെങ്കിൽ മറിയയ്ക്ക് മറ്റു മക്കളുണ്ടായിരുന്നോ, മറിയയുടെ യേശുവിന്റെ സഹോദരന്മാർ വന്ന കസിൻ ബ്രദേഴ്സ് ആണോ, ഹാഫ് ബ്രദേഴ്സ് ആണോ, ഇതൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് വിശ്വാസം അതായത് ക്രിസ്തീയ വിശ്വാസം അത് യാതൊരു വ്യത്യാസവും വരുത്തുന്നില്ല. ഇതിന്റെ പുറത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായ ലാംഗ്വേജ് പറയുകയും വിളിക്കുകയും ചെയ്ത് ഫൈറ്റ് ചെയ്യുകയോ ആർഗ്യൂ ചെയ്യുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ഒപ്പീനിയൻ അത് പ്രസന്റ് ചെയ്യാനും, ഇതിനെക്കുറിച്ചുള്ള രണ്ട് സൈഡിലുമുള്ള ആർഗ്യുമെന്റ്സ് അത് രണ്ട് സൈഡിനെയും റെസ്പെക്ട് ചെയ്ത് രണ്ട് സൈഡിലെ ആർഗ്യുമെന്റിനെ വാല്യൂ ചെയ്ത് അതിന്റെ യാഥാസ്ഥിക രീതിയിൽ ഒന്ന് പ്രസന്റ് ചെയ്യാനുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ അതുകൊണ്ട് ഇതിന്റെ പേരിൽ ആരും ഇനി വഴക്കുണ്ടാക്കുകയോ ആർഗ്യൂ ചെയ്യരുത്. നിങ്ങളിത് വായിച്ച് നിങ്ങൾ ഈ എവിഡൻസ് വാല്യുവേറ്റ് ചെയ്ത് അതിന്റെ വെയിറ്റ് നോക്കി ആ എവിഡൻസ് എങ്ങോട്ട് ലീഡ് ചെയ്യുന്നു അതനുസരിച്ച് നിങ്ങൾ വിശ്വസിച്ചോളുക. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.